Hello students, welcome back to Plus One Economics online classroom. In this class, we are going to discuss about the third chapter in the Indian economy. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു അവലോകനം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് ഇത്. ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ആഫ്റ്റർ 1990. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. എസ്പെഷ്യലി അബൌട്ട് ഇക്കണോമിക് റിഫോംസ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നത് സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇൻ 1990s 1990കളിൽ ഇന്ത്യയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. ഇൻ ഓർഡർ ടു ഓവർകം ഫ്രം ദിസ് ഇക്കണോമിക് ക്രൈസിസ്, ഇന്ത്യ ഗവൺമെന്റ് നീഡ് ടു ഇൻട്രൊഡ്യൂസ് റിഫോംസ് ഇൻ ഇക്കണോമി. 1990 ഈ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരകയറാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് സമ്പദ് വ്യവസ്ഥയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആസ് എ പാർട്ട് ഓഫ് ദീസ് ഇക്കണോമിക് റിഫോംസ്, ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻ 1991. ഇത്തരത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട്, ഈ ഒരു സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 1991 ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക നയം ആവിഷ്കരിച്ചു. ന്യൂ ഇക്കണോമിക് പോളിസി. എക്സാമിന് ചോദിക്കാറുണ്ട് NEP 1991. എന്താണ് NEP? ന്യൂ ഇക്കണോമിക് പോളിസി 1991. പുതിയ സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം 1991 കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ ഇക്കണോമിക് പോളിസി 3 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക നയം. ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. സെക്കൻഡ്, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. തേർഡ്, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇവ 3 ഉൾപ്പെട്ടതാണ് ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം. ഇവയെ മറ്റൊരു പേരിൽ കൂടെ പറയുന്നു LPG റിഫോംസ്. ഓർത്തു വെക്കണം, L എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്നാണ്. P എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്നാണ്. ദെൻ G എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അപ്പോൾ ഇവ 3നെയും വിളിക്കുന്ന പേരെന്താണ്? LPG റിഫോംസ് എന്നാണ്. LPG റിഫോംസ് ഓർത്ത് വെക്കണം. ഇനി ഇത്തരത്തിൽ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് 2 പരിഷ്കാരങ്ങൾ കൂടെ അനൗൺസ് ചെയ്തു, 2 പരിഷ്കാരങ്ങൾ കൂടെ കൊണ്ടുവന്നു. ഫസ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, സുസ്ഥിരവൽക്കരണ നടപടികൾ. സെക്കൻഡ് വൺ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, ഘടനാപരമായ ക്രമീകരണ നടപടി. ഈ 2 പേര് ഓർത്തു വെക്കുക, പേര് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് എന്തായിരുന്നു? ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 2 റിഫോംസ്, 2 പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, സുസ്ഥിരവൽക്കരണ നടപടികൾ. സെക്കൻഡ് വൺ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്, ഘടനാപരമായ ക്രമീകരണ നടപടി. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം സാപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഷോർട്ടായിട്ട് സാപ്പ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഇക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള റീസൺസ്, അതിന്റെ പിന്നിലെ ബിഹൈൻഡ് റീസൺസ് എന്തൊക്കെയാണ് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. എക്സാമിന് ഈ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ എക്കണോമിക് പോളിസി ഓർ ഇക്കണോമിക് റിഫോംസ് ഇൻ 1991 ഡ്യൂ ടു ഫോളോവിങ് റീസൺസ്. അതായത് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് 1991 ഇന്ത്യ പുതിയ സാമ്പത്തിക നയം എന്തിന്റെ ഭാഗമായിട്ട്, സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്. ആ റീസൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ, പോളിസീസ് സച്ച് ആസ്
മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, MRTP ആക്ട്. എന്തായിരുന്നു? മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, MRTP ആക്ട്. ആൻഡ് ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇതിന്റെ ഷോർട്ട് രൂപമാണ് ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. പ്രിവെന്റഡ് ലാർജ് സ്കെയിൽ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? കുത്തക നിയന്ത്രണ നിയമം, MRTP ആക്ട്, മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, അതിന്റെ ഷോർട്ട് രൂപമാണ് MRTP ആക്ട്. എന്നിവ പോലെയുള്ള നിയമങ്ങൾ നല്ല വിഭവശേഷിയുള്ള വൻകിട കമ്പനികളെ മൂലധന നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞു. അതുപോലെ വിദേശ നാണയ നിയന്ത്രണ നിയമം, ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് പോലെയുള്ളവ വിദേശ മൂലധന നിക്ഷേപത്തെ തടഞ്ഞു. അപ്പോൾ ഈ രണ്ട് ആക്ടുകൾ ഓർത്തു വെക്കണം. ഫസ്റ്റ് വൺ MRTP ആക്ട്, 1969 ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത്, 1969. അതുപോലെ ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, 1973, 1973 ഈ ഒരു നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ആക്ടുകൾ എന്തിനു കാരണമായി? വിദേശ മൂലധന നിക്ഷേപം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നതിന് കാരണമായി. ഓക്കെ. സെക്കൻഡ് റീസൺ, റിസർവിംഗ് certain sectors exclusively for public sector prevented private investment less attractive for such sectors. രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? ചില വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തത് ടിസ്കോ പോലെയുള്ള സ്വകാര്യ മേഖലാ കമ്പനികളെ മൂലധന നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞു. ഓക്കെ, പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ദെൻ തേർഡ് റീസൺ, മൂന്നാമത്തെ കാരണം, ഗൾഫ് വാർ ആൻഡ് സബ്സിക്വന്റ് ഇവന്റ്സ് ക്രിയേറ്റഡ് സീവിയർ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഇൻ അവർ കൺട്രി. അടുത്ത ഒരു കാരണം എന്തായിരുന്നു? ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങളും യുദ്ധവും കൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറി. അപ്പോൾ ഗൾഫ് ഇഷ്യൂസ്, അതുപോലെ ഗൾഫ് വാർ, ഗൾഫ് യുദ്ധം, ഇവയെല്ലാം എന്തിനു കാരണമായി? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറാൻ കാരണമായി, അല്ലെങ്കിൽ വർദ്ധിക്കാൻ കാരണമായി. അടുത്ത കാരണം ശ്രദ്ധിച്ചോളൂ. ഇമ്പോർട്ട് ബിൽ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സ് ഇൻക്രീസ്ഡ് അലാമിംഗ്ലി ലീഡിംഗ് ടു BOP ഡെഫിസിറ്റ്. BOP എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്. നിങ്ങൾ പേര് മാത്രം ഓർത്തു വെക്കുക, BOP ഡെഫിസിറ്റ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിൽ, 2ാം വർഷ ഇക്കണോമിക്സിൽ എന്താണ് BOP എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. എന്തായിരുന്നു? ഇറക്കുമതി ചെലവ് കൂടാൻ കാരണമാവുകയും ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാവുകയും ചെയ്തു. അപ്പോൾ ഇറക്കുമതി ചെലവ്, ഇമ്പോർട്ട് കോസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കൂടുതലായി ഈ ഒരു കാലത്ത്, ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമായിട്ട്. ഓക്കെ. ദെൻ ലാസ്റ്റ് റീസൺ, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, രാഷ്ട്രീയ അസ്ഥിരത. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് 1991 ഇന്ത്യ ഗവൺമെന്റ് ഇക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് 1991 ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയവും ആവിഷ്കരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. 1991 ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന് കാരണമായിട്ടുള്ള റീസൺസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ടാണ് ന്യൂ എക്കണോമിക് പോളിസി വന്നിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടിൽ നിന്നും എക്സാമിന് ചോദ്യം വരാറുണ്ട്. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കാറ്: വാട്ട് ആർ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ 1991? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് എഴുതുവാൻ വേണ്ടിയിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇന്നെടുത്ത ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ അതിൽ എഴുതി വെക്കേണ്ടത്. ഈ റീസൺസ്, ഇത്തരം ഒരു ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കാരണമായ റീസൺസ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അവയെല്ലാം അതിൽ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കണം. ഇനി ഈ LPG റിഫോംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.